കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജനത്തോട് പറഞ്ഞു, വിളക്ക് കൊണ്ടുവരുന്നത് പറയുടെ കീഴിലോ കട്ടിലിൻ്റെ അടിയിലോ വയ്ക്കാനാണോ, പീഠത്തിന്മേൽ വയ്ക്കാനല്ലേ? വെളിപ്പെടുത്തപ്പെടാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല, വെളിച്ചത്ത് വരാതെ രഹസ്യമായിരിക്കുന്നതും ഒന്നുമില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുവിൻ. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും, കൂടുതലും ലഭിക്കും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ചിലപ്പോഴൊക്കെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് മാന്ദ്യം അനുഭവപ്പെടാറുണ്ട്, ഒരു മടുപ്പ് തോന്നാറുണ്ട്. പ്രാർത്ഥനയോടും ദൈവിക കാര്യങ്ങളോടും ഒക്കെ ഒരു മടുപ്പ് തോന്നാറുണ്ട്, ഒരലസത തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് എന്ന് ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ട് വഴികളാണ് വചനം നമുക്ക് നൽകുന്നത് വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ ശക്തി പ്രാപിക്കുവാൻ, ദൈവവുമായുള്ള ബന്ധത്തിൽ, സഹോദരരുമായിട്ടുള്ള ബന്ധത്തിൽ കൂടുതൽ ആഴപ്പെടുവാൻ. രണ്ട് വഴികൾ. ഒന്ന്, വിനയമുള്ള ഒരു ഹൃദയം, എളിമയുള്ള ഒരു ഹൃദയം. രണ്ട്, പ്രകാശമുള്ള ഒരു ജീവിതം. എന്താണ് വിനയമുള്ള ഒരു ഹൃദയം? ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ ശ്രവിച്ചു. രണ്ടാം ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് ദാവീദിനെ കുറിച്ച്. ദാവീദ് രാജാവിന് ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ കൊടുത്തു. ആട്ടിടയനായിരുന്ന ദാവീദിനെ വിളിച്ച് ദാവീദിനെ ഇസ്രായേലിൻ്റെ അധിപനാക്കി. ദാവീദിനൊരു വംശം തന്നെ ദൈവം വാഗ്ദാനം ചെയ്തു. ദാവീദിനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ നടന്നു, നിൻ്റെ ശത്രുക്കളെ ഞാൻ നശിപ്പിച്ചു, ഞാൻ നിന്നെ ഒരു മഹാനാക്കും, നിൻ്റെ വംശത്തെ എന്നേക്കും നിലനിൽക്കുന്ന ഒരു വംശമായി ഞാൻ ഉയർത്തും. ദൈവം ദാവീദിനെ അനുഗ്രഹിച്ച് അവനെ ഉയർത്തി, അവനെ വളർത്തി. ഇത്രയുമെല്ലാം അനുഗ്രഹങ്ങൾ ലഭിച്ച ദാവീദ് രാജകൊട്ടാരത്തിൽ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അഭിമാനം കൊള്ളുകയായിരുന്നില്ല. ഇത്രയും അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടും ദാവീദ് വെറുതെ സന്തോഷിച്ച് ഉല്ലസിച്ച് ആഹ്ലാദിച്ച് നടക്കുകയായിരുന്നില്ല. ദാവീദ് എന്താണ് ചെയ്തത് എന്ന് ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ ശ്രമിച്ചു. അവൻ വളരെ എളിമയോടെ വിനയത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്നു കൊണ്ട് ചോദിക്കുകയാണ്, ദൈവമായ കർത്താവേ, ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകുവാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? എനിക്കെന്ത് അർഹതയാണുള്ളത്? എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബത്തെയും എന്നെയും ഇത്രമാത്രം നീ അനുഗ്രഹിക്കുന്നത്? വിനയമുള്ള ഹൃദയം. ദാവീദ് തനിക്ക് കിട്ടിയ കൃപകളെയും അനുഗ്രഹങ്ങളെയും ദൈവത്തിൻ്റെ ദാനമായി കണ്ടു. എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ മിടുക്ക് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവത്തിൻ്റെ ദാനമാണ്. ഇതാണ് വിനയമുള്ള ഹൃദയം. ഇവിടെയാണ് പ്രാർത്ഥന തുടങ്ങേണ്ടത്. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളൊന്നും മറക്കാതെ വിനയത്തോടെ എളിമയോടെ നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവമേ, ഞാൻ ഒന്നുമല്ല, അങ്ങൻ്റെ എല്ലാമാണ് എന്ന് തിരിച്ചറിയുന്ന, ബോധ്യപ്പെടുന്ന ഒരു ജീവിതം. അതാണ് പ്രാർത്ഥന. നമുക്ക് എത്രമാത്രം അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ടോ അത്രമാത്രം നമ്മൾ നന്ദി പ്രകാശിപ്പിക്കണം. അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ ഒരുപക്ഷെ നമ്മളെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയും. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും കണ്ണോടിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇന്നുള്ളതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ആ അനുഗ്രഹങ്ങൾക്ക് വിനയത്തോടെ നന്ദി പറയുക. അപ്പോൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരുവാൻ, പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുവാൻ, ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുവാൻ ആദ്യത്തെ വഴിയാണ് വിനയമുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകണം. രണ്ടാമത്തെ വഴിയാണ് പ്രകാശമുള്ള ഒരു ജീവിതം.
ഈശോ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് സുവിശേഷത്തിൽ. വിളക്ക് തെളിക്കുന്നത്, വിളക്ക് കത്തിക്കുന്നത് പറയിൻ കീഴിൽ വയ്ക്കാനാണോ, കട്ടിലിൻ്റെ കീഴിൽ വയ്ക്കാനാണോ? ഈ ഒരു ചോദ്യം നമ്മൾ ഓരോരുത്തരോടുമുള്ള ചോദ്യമാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന വിശ്വാസം, നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപകൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മുടെ ജോലികൾ, ഇത് നമ്മുടെ വിശ്വാസത്തെ പ്രകാശിപ്പിക്കുവാനുള്ള അവസരങ്ങളാണ് എന്ന് ഈശോ നമ്മളോട് പറയുകയാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ വിശ്വാസവും നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപകളും നമുക്ക് കിട്ടുന്ന അവസരങ്ങളുമൊക്കെ നമ്മൾ മൂടിവെക്കും. ചിലപ്പോഴൊക്കെ പ്രാർത്ഥിക്കുവാൻ പോലും നമുക്ക് മടിയായിരിക്കും. മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചാൽ? ലോകം എന്തിൻ്റെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്, ആ ലോകത്തിൻ്റെ അഭിപ്രായത്തിന് നമ്മൾ വഴങ്ങിക്കൊടുക്കും. നമുക്ക് ചിലപ്പോൾ ഭയമായിരിക്കും. ചിലപ്പോൾ ഒരു കുരിശ് വരയ്ക്കുവാൻ പോലും, മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കുരിശ് വരയ്ക്കുവാൻ പോലും നമുക്ക് മടിയായിരിക്കും, അല്ലെങ്കിൽ നാണമായിരിക്കും. നമ്മൾ വിശ്വാസത്തെ മൂടിവെക്കും, നമ്മൾ വിശ്വാസത്തെ മറച്ചു വയ്ക്കും. വീണ്ടും ഈശോ പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുവിൻ, നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. നിങ്ങൾ അളക്കുന്ന അളവിൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. എന്താണ് ഈശോ നമ്മളോട് പറയുന്നത്? നമ്മളെയൊക്കെ എങ്ങനെയാണ് അളക്കുന്നത്? നമ്മൾ എങ്ങനെയാണ് നമ്മളെ അളക്കേണ്ടത്? ഞാൻ എത്രമാത്രം ദൈവവചനം വായിക്കുവാൻ, കേൾക്കുവാൻ സമയം കൊടുക്കാറുണ്ട്? എത്രമാത്രം പ്രാർത്ഥനയ്ക്ക് സമയം കൊടുക്കാറുണ്ട്? എത്രമാത്രം ആരാധനയ്ക്ക് സമയം കൊടുക്കാറുണ്ട്? ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മളെ അളക്കേണ്ടത്. നമ്മുടെ വിജയത്തിൻ്റെയോ നമ്മുടെ അറിവിൻ്റെയോ നമ്മുടെ കഴിവിൻ്റെയോ അടിസ്ഥാനത്തിലല്ല നമ്മളെ അളക്കേണ്ടത്. അതിൽ കൂടുതലായിട്ട് എൻ്റെ ദൈവവുമായിട്ടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ അടുപ്പം, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ആഴം എത്രമാത്രമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കുവാനും വചനം കേൾക്കുവാനും എൻ്റെ ദൈവവുമായിട്ടുള്ള സമയത്തിന് എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനൊക്കെ എത്രമാത്രം താല്പര്യം കാണിക്കാറുണ്ട്. ഇതിൻ്റെ ഈ അളവാണ് ദൈവം നമ്മളെ അളക്കുന്ന അളവുകോൽ. വീണ്ടും നമ്മൾ ശ്രവിച്ചു, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും. പലപ്പോഴും ഇതൊരു മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ളൊരു വചനമാണ്. എന്തുകൊണ്ട് ഉള്ളവന് കൂടുതൽ നൽകപ്പെടുന്നത്? ഇത് ഒരു നീതിയുടെ വിധിയല്ല. ഉള്ളവന് കൂടുതൽ നൽകപ്പെടുന്നത് അനീതിയായിട്ട് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ഈശോ ഇവിടെ നീതിയുടെ ഒരു വഴിയായിട്ടല്ല ഇതിനെ കാണുന്നത്. മറിച്ച് നമ്മൾ എത്രമാത്രം വിശ്വസ്തതയുള്ളവരാണ്. നമ്മൾ കൂടുതൽ വിശ്വസ്തതയോടെ ജീവിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങളും ജോലികളുമൊക്കെ കൂടുതൽ സ്നേഹത്തോടും വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ലഭിക്കും. അതാണ് ഉള്ളവന് കൂടുതൽ നൽകപ്പെടും. അപ്പോൾ നമ്മളെ വീണ്ടും പരിശോധിക്കേണ്ടത്, ഞാൻ എങ്ങനെയാണ് ഇന്ന് ജീവിക്കുന്നത്? എത്രമാത്രം വിശ്വസ്തത എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തോട്, എൻ്റെ കുടുംബത്തോട്, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ അയൽവാസികളോട് എത്രമാത്രം വിശ്വസ്തത, നീതി ഞാൻ പുലർത്തുന്നുണ്ട്? നമുക്ക് നമ്മളെ തന്നെ പരിശോധിക്കുവാൻ ഈ രണ്ട് വഴികൾ വളരെ ഉപകാരപ്രദമായിരിക്കും. ഒന്നാമതായിട്ട് വിനയമുള്ള ഒരു ഹൃദയം, രണ്ടാമതായിട്ട് പ്രകാശമുള്ള ഒരു ജീവിതം. ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു വിനയമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. കൂടുതൽ വിനയത്തോടെ, കൂടുതൽ എളിമയോടെ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, കൂടുതൽ നമ്മുടെ വിശ്വാസത്തെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകാശിപ്പിക്കുവാൻ, അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ ദിവ്യബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.